ഹായ് ഫ്രണ്ട്സ്, ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. കാരണം നിങ്ങളിൽ പലർക്കും പറ്റിയത് ഇതൊക്കെ തന്നെയായിരിക്കും. ആണെങ്കിലും അല്ലെങ്കിലും ഇനി ഇത് റിപ്പീറ്റ് ചെയ്യരുത് കേട്ടോ. എനിക്ക് പറ്റിയ ഫസ്റ്റ് തെറ്റ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, PSC എഴുതി ഒരു പെർമനൻ്റായിട്ട് ജോബ് വേണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ബട്ട് സീരിയസ് ആയിട്ട് ഞാൻ പഠിക്കുന്നത് ഹോൾ ടിക്കറ്റ് വന്നിട്ടുള്ള പിന്നത്തെ ആ ഒരു 2 വീക്സിലെ അതായിരിക്കും അത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ 2 വീക്സ് കൊണ്ട് എന്താവാൻ, നമ്മുടെ സിലബസിൻ്റെ എവിടെയെങ്കിലും എത്തുമോ? ഇതായിരുന്നു ഞാൻ വർഷങ്ങളായിട്ട് ഇത് തന്നെയായിരുന്നു റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒന്ന്, സിലബസ് ഞാൻ നോക്കാറേ ഇല്ലായിരുന്നു. എന്തൊക്കെയോ പഠിക്കുന്നു, അത്രമാത്രം. പക്ഷെ അങ്ങനെയല്ല കേട്ടോ വേണ്ടത്. ഓരോ എക്സാമിനും അതിൻ്റേതായ സിലബസ് ഉണ്ട്. അതെടുത്ത് വെച്ച് തന്നെ നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ മൂന്നാമത്തത്, ഏതെങ്കിലും ഒരു പോർഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റായ പോർഷൻസ് മാത്രമല്ല ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അതൊരു കാർഡടിച്ച് പഠിക്കാനുള്ളൊരു പ്രവണതയായിരുന്നു എനിക്ക്. അതായത് അതിൻ്റെ A to Z കാര്യങ്ങൾ എല്ലാം അറിയണമെന്നൊരു വാശി. പക്ഷേ അങ്ങനെയല്ല കേട്ടോ PSCക്ക് നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് PSCക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മളൊരു പോർഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് PSCക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ആ രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത്, നമുക്ക് വേറെ സബ്ജക്റ്റും കാര്യങ്ങളുണ്ടല്ലോ, അത് പഠിക്കാനുള്ള ടൈമായിരിക്കും നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് പറ്റിയത്, ഞാൻ എപ്പോഴും ഒരു കംഫർട്ട് സോൺ മാത്രമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതായത് അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുന്നു, അല്ലാതെ ഇഷ്ടമല്ലാത്ത ടോപ്പിക്സ് ഞാൻ നോക്കാറേ ഇല്ലായിരുന്നു. പക്ഷേ അങ്ങനെ പഠിച്ചാൽ നമുക്ക് PSC നേടാൻ സാധിക്കില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്, അത്രയും പേര് എഴുതുന്നതാണ്. അപ്പം നമുക്കൊരു ജോലിയിലേക്ക് എത്തണമെങ്കിൽ ആ രീതിയിൽ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മളെല്ലാ പോർഷൻസും കവർ ചെയ്യണം. ടഫായിട്ട് തോന്നുവാണെങ്കിൽ അതിന് കൂടുതൽ സമയം നമ്മൾ ആ ഒരു പോർഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഞാനാണെങ്കിൽ നോൺ GK പാർട്ടിലായിരുന്നു. നോൺ GK പാർട്ടാണ് എനിക്ക് ഈസി. പക്ഷേ അതിൽ തന്നെ ഒരു 3-4 പോർഷൻസ് എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ആ 4 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ ചിലപ്പോൾ നമുക്കൊരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലായിരിക്കും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് ബാക്കിലായിട്ട് പോകുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത് ഞാൻ അത്രത്തോളം ഒന്ന് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാ പോർഷൻസും നമ്മൾ നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം. പിന്നെ അഞ്ചാമതായിട്ട് പറയാനുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ജസ്റ്റ് ഒരു 10 ആയിരുന്നു. അതും എക്സാമിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 വീക്സിന് മുന്നേക്ക് മാത്രമായിരുന്നു ഞാൻ അത്രത്തോളം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്താൽ നമുക്ക് എന്താവാനാ? ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായിട്ടും PSC ഉദ്യോഗാർത്ഥികൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ ഏത് രീതിയിലാണ് PSCയിൽ ക്വസ്റ്റ്യൻസ് വരണതെന്നും നമ്മൾ ഏത് പോർഷൻസിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതെന്നും എല്ലാം നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എൻ്റെ ഒരു ആറാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടണം, ആ രീതിയിലായിരുന്നു. പക്ഷേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെട്ടാൽ മാത്രം മതിയോ? പോരാ. നമുക്കെന്താണ് വേണ്ടത്? നമുക്ക് ജോലിയാണ് വേണ്ടത്. ജോലി മേടിക്കണമെങ്കിൽ അത്ര നല്ല ടോപ്പ് റാങ്കിൽ നമ്മൾ എത്തണം. അപ്പോൾ അവിടെ നമ്മുടെ ഹാർഡ് വർക്ക് വേണം, സ്മാർട്ട് വർക്ക് വേണം, എല്ലാം വേണം. പക്ഷേ ഞാനിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും റാങ്ക് ലിസ്റ്റ് വരണം. എന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുകയാണല്ലോ, റാങ്ക് ലിസ്റ്റ് ഉണ്ടോ എന്ന്. പക്ഷേ നമ്മൾ പഠിക്കുന്നത് ആരെയും ബോധിപ്പിക്കാനല്ല, അത് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, നമുക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്നുള്ള ഉറച്ച ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച്, അതായത് നമുക്ക് ജോലി വേണം എന്നുള്ള രീതിയിൽ വേണം നമുക്ക് പഠിക്കാനായിട്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് റിപ്പീറ്റ് ചെയ്യരുത്. ഇത് റിപ്പീറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ നല്ല സ്മാർട്ടായിട്ട് പഠിക്കുക, നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് കിട്ടാത്ത കാര്യമൊന്നും അല്ലാതെ തീർച്ചയായിട്ടും നമുക്ക് ജോലി കിട്ടും. പക്ഷേ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അതിലേക്ക് എത്തുക. ഏത് രീതിയിലാണ് നമുക്ക് ഒരു പ്രിപ്പറേഷന് വേണ്ടത്, അതിന് വേണ്ട കാര്യങ്ങളും എല്ലാം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.